അത് ഒരു ചോദ്യം തന്നെയാണ്. പക്ഷേ അതിലൊക്കെ ഉത്തരമുണ്ട് അർജന്റീന ആരാധകരുടെ അടുത്ത് എന്നുള്ളത് തന്നെയാണ്. സ്കലോണിയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു അവസാന നിമിഷം വരെ. ഓരോ ടീമിനെയും അതിൻ്റെതായ ശൈലിയിൽ തന്നെ നേരിടും എന്നുള്ളതാണ് പറയുന്നത്. ഇംഗ്ലണ്ടിനെതിരെ ഈ കളി മതിയാവുമെന്നാണ് ചോദ്യം. ഇതാ ബ്രസീലും ആരാധകരാട്ടോ. കളി ആവറേജ് ആണ്, രണ്ട് ടീമും ആവറേജ് കളിയാണ്. സെമിഫൈനലാകുമ്പോൾ നല്ല ടൈറ്റ് മത്സരമായിരിക്കും, അതൊരു പ്രതീക്ഷ വെക്കാൻ പറ്റില്ല. ഈ കളി മതിയാകില്ല എന്ന് ബ്രസീൽ ആരാധകരൊക്കെ പറയുന്നുണ്ട്. ഈ കളി മതിയാകില്ല എന്നാണ് ചോദ്യം. സെമിയിൽ ഇംഗ്ലണ്ട് കപ്പടിക്കാനുള്ള ടീമാണ് അർജന്റീന, യാതൊരു സംശയമില്ല. ഖത്തർ കണ്ടിനെ, അതാണ് അർജന്റീന ആരാധകരെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ. ഇതാണ് തുടക്കം മുതൽ തന്നെ നമ്മളോട് ടെൻഷൻ ഇല്ല എന്ന് പറഞ്ഞ ആരാധകരാണ്. ഇപ്പൊ ഒരു ടെൻഷനും ഇല്ല. ഇംഗ്ലണ്ടാണ് ടെൻഷൻ എന്ന് വെച്ചാൽ ബ്രസീലാറ് അവസ്ഥ ആലോചിച്ചുള്ള ടെൻഷനുള്ളൂ, അല്ലാതെ ഞങ്ങൾക്കായിട്ട് ഒരു ടെൻഷനും ഇല്ല. ബ്രസീലാരോട് സിമ്പതി ഉണ്ട് എന്നാ പറയുന്നത്. നമുക്ക് അങ്ങനത്തെ സിമ്പതി ആവശ്യമില്ല. ഓരോ കളിയിലും അർജന്റീന പരാജയം കാണാൻ വേണ്ടി ബ്രസീൽ വരുന്നത്, അത് സംഭവിക്കുന്നില്ല. അവർ വാങ്ങിയ പടക്കാണ് ഇപ്പോൾ അർജന്റീനയ്ക്ക് വേണ്ടി പൊട്ടിച്ചത്. അതെ, ബ്രസീലുകാർ വാങ്ങിയ പടക്കം അർജന്റീന ടീം പൊട്ടിച്ചു എന്നുള്ള ഒരു അർജന്റീന ആരാധകർ പൊട്ടിച്ചു എന്നുള്ള ഒരു കൗതുകം കൂടി മലപ്പുറത്ത് നിന്ന് പങ്കുവെക്കുകയാണ് എന്നുള്ളത് തന്നെയാണ്. എന്താണ് ഇനി അർജന്റീനയുടെ കളിനൊരു നിഷ്പക്ഷമായിട്ട് വിലയിരുത്തുമ്പോൾ എങ്ങനെ പറയാം? നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10 പേരെ വെച്ച് കളിച്ചാൽ എവിടെ എത്തും എന്നുള്ളത് അറിയാലോ. 120 മിനിറ്റ് കളിക്കേണ്ട ഗതികേട് അർജന്റീനക്ക് വന്നിട്ടുണ്ട്. എക്സ്ട്രാ ടൈമിൽ ഒരു ഗോൾ അടിച്ചോ. അപ്പൊ ഗോൾ 8 ഗോൾ അടിക്കുമ്പോ അതിന് പ്രശ്നം. മെസ്സി എത്ര വേൾഡ് കപ്പ് കളിച്ചിട്ടുണ്ട്? പടക്കം വാങ്ങാനുള്ള ധൈര്യം വരെ ഇതുവരെ ഇത് എന്തായാലും സൗഹൃദത്തിന്റെ കാഴ്ച കൂടിയാണ്. ബ്രസീൽ ആരാധകർ അർജന്റീന തോക്കുമ്പോ പൊട്ടിക്കാൻ വാങ്ങിയ പടക്കം അർജന്റീന ആരാധകർ ഇംഗ്ലണ്ട് കളിക്കാൻ തിരിച്ചു വാങ്ങും. അവരൊന്നും വാങ്ങിച്ചില്ല ക്യാഷ്. അതിന് നമ്മൾ അവർക്ക് പകരമായിട്ട് അർജന്റീന ഇംഗ്ലണ്ട് കളിക്കും. അതെ, ആ പടക്കം പൊട്ടിക്കഴിഞ്ഞ് അർജന്റീന ഇംഗ്ലണ്ട് മത്സരത്തിൽ കാത്തിരിക്കുകയാണ് ബ്രസീൽ ആരാധകർ എന്നുള്ള. ഇത്ര രസകരമായ കാഴ്ചകൾ തന്നെയാണ്. കാഴ്ചകളാണ്. മെസ്സി അല്ലാതെ മറ്റാരുണ്ട് എന്ന് ചോദിച്ചവർക്കുള്ള മറുപടി കൂടിയാണ് ഇന്നത്തെ മത്സരം. മെസ്സി ഗോൾ അടിച്ചില്ലെങ്കിലും ഗോൾ അടിക്കാൻ അർജന്റീനൻ സ്ക്വാഡിൽ മക്കാലിസ്റ്റർ ഉണ്ട്, അൽവാരസ് ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ഇന്ന് കാണുകയാണ്. ഏറ്റവും ആ കർവിംഗ് ഷോട്ടൊക്കെ ഒരുപക്ഷെ ഏറ്റവും മനോഹരമായ ഗോളായിരുന്നു, ഏറ്റവും അവസാനത്തെ 3ാമത്തെ ഗോൾ.